ജമ്മു കാശ്മീരിൽ ഇന്നലെയുണ്ടായ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി ഡൽഹിയിൽ മടങ്ങിയെത്തി. പ്രധാനമന്ത്രി 2 ദിവസത്തെ സൗദി അറേബ്യൻ സന്ദർശനത്തിനാണ് പുറപ്പെട്ടത്. അദ്ദേഹം ഒരു ദിവസം സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ വൈകിട്ട് വളരെ പെട്ടെന്ന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരർ അതിക്രൂരമായ ആക്രമണം നടത്തിയത്. അതും ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ചാണ് അവർ വെടിവെപ്പ് നടത്തിയത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വേദനാജനകവും അല്ലെങ്കിൽ ഏറ്റവും ഭീകരവുമായ നടപടി. പേര് ചോദിച്ചും മതചിഹ്നങ്ങൾ പരിശോധിച്ചും ഒക്കെയായിരുന്നു അവർ കൊലപാതകം നടത്തിയത്. ഈ കൊല്ലപ്പെട്ടവരിൽ മലയാളിയായ കൊച്ചി സ്വദേശി രാമചന്ദ്രനും ഉണ്ട് എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ചും വലിയ വേദനയാണ്. കേരളം മാത്രമല്ല, കർണാടക, ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളും അവിടെ യാത്രയിൽ ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. മരിച്ചത് 28ഓളം പേരെ വെടിവെച്ച് കൊന്നു എന്നുള്ളതാണ് ഇതുവരെ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കും ഒക്കെയായി ശ്രീനഗറിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിവരം അറിഞ്ഞപ്പോൾ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ തന്നെ ജമ്മു കാശ്മീരിലേക്ക് പുറപ്പെട്ടു. പ്രധാനമന്ത്രി തന്നെ ഉടൻ തന്നെ പ്രശ്നങ്ങൾ നേരിട്ട് വിലയിരുത്തി. അങ്ങനെയാണ് അദ്ദേഹം സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി രാവിലെ 7 മണിക്ക് മുമ്പായി തന്നെ ഡൽഹിയിൽ തിരികെ എത്തിയത്. ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, പ്രധാനമന്ത്രി സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി രാവിലെ തന്നെ ഡൽഹിയിലെത്തിയിരിക്കുന്നു. രാവിലെ മന്ത്രിസഭാ യോഗമുണ്ടാകും. ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തെ ചെറുക്കാൻ ആവശ്യമായ നടപടികൾ, വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ രാവിലെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും. അങ്ങനെ തന്നെയല്ലേ പറയാൻ കഴിയുക ഗൗതം? വിനോദേ, സൗദി അറേബ്യ സന്ദർശനം വെട്ടിച്ചുരുക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുൻപ് ഡൽഹിയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനിയും അദ്ദേഹം ചില നിർണായകമായ കൂടിക്കാഴ്ചകൾ ഡൽഹിയിൽ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ ഈ മന്ത്രിസഭാ യോഗവും അതോടൊപ്പം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഉൾപ്പെടെ ഉള്ളവരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിലവിൽ ശ്രീനഗറിൽ ക്യാമ്പ് ചെയ്യുന്നു. അദ്ദേഹം ഉടൻ തന്നെ പഹൽഗാമിലേക്ക് എത്തുകയാണ്. ഈ ഭീകരാക്രമണം നടന്ന സ്ഥലം അദ്ദേഹം സന്ദർശിക്കുകയും അവിടെ നേരിട്ട് കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യും. അതിനുശേഷം വീണ്ടും അദ്ദേഹം ശ്രീനഗറിൽ തന്നെ ഇന്ന് തുടരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജമ്മു കാശ്മീരിലേക്ക് പോകുന്നുവെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ഇതുവരെ നൽകിയിട്ടില്ല. എന്തായാലും ഈ ഭീകരാക്രമണത്തെ രാജ്യം വളരെ ഗൗരവമായി നോക്കിക്കാണുന്നു. ഇതിന് കനത്ത പ്രഹരം ഭീകരർക്ക് സുരക്ഷാ സേന നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നലെ രാത്രി മുതൽ തന്നെ സൈന്യം അവിടെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ പഹൽഗാമിലും അതോടൊപ്പം തന്നെ അനന്തനാഗിന്റെ വിവിധ ഭാഗങ്ങളിലും വനമേഖലകളിലുമാണ് സുരക്ഷാ സേനയുടെ തിരച്ചിൽ നടക്കുന്നത്. 7-അംഗ സംഘം ഈ ആക്രമണത്തിന് നേതൃത്വം നൽകി. ആ 7-അംഗ സംഘത്തെ മാത്രമല്ല, മറിച്ച് റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന ഭീകര സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന അതിന്റെ പ്രധാനപ്പെട്ട ഭീകരരെ ഉൾപ്പെടെ വധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ളൊരു വലിയ തിരിച്ചടി തന്നെയാണ് സൈന്യം ലക്ഷ്യമിടുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഡൽഹിയും ജമ്മു കാശ്മീരിന്റെ തലസ്ഥാനമായ ശ്രീനഗറും കേന്ദ്രീകരിച്ച് നടക്കുന്നത്. അതേസമയം ഈ മരണപ്പെട്ടവരുടെ എണ്ണം 27ആയി സർക്കാർ തന്നെ സ്ഥിരീകരിക്കുകയാണ്. 27 പേരാണ് ഇന്നലെ ഉച്ചതിരിഞ്ഞുണ്ടായ ഭീകരാക്രമണത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. ഈ 27-ൽ 26 പേർ പുരുഷന്മാരും 1 സ്ത്രീയുമാണ്. ഇതിൽ കൊച്ചി സ്വദേശി മലയാളിയായ രാമചന്ദ്രനും ഉൾപ്പെടുന്നുണ്ട് എന്ന കാര്യം ഇന്നലെ തന്നെ നമ്മൾ വൈകുന്നേരം തന്നെ പ്രേക്ഷകരിലേക്ക് അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എത്തിച്ചിരുന്നു. ഏതായാലും ഈ 27 പേരുടെയും മൃതദേഹം നിലവിൽ ശ്രീനഗറിൽ എത്തിച്ചിട്ടുണ്ട്. അവിടെയാണ് ഇനിയും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള മറ്റ് നടപടിക്രമങ്ങൾ നടക്കേണ്ടത്. അതിനുശേഷം ഈ ഭൗതികദേഹത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുഷ്പാർച്ചന നടത്തും. അതിനുശേഷമാകും ഈ ഭൗതികദേഹം ഈ കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകുക. ഇപ്പോൾ ഈ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെല്ലാം ശ്രീനഗറിലേക്കാണ് എത്തുന്നത്. പഹൽഗാമിലേക്ക് ഇപ്പോൾ ആരെയും കടത്തിവിടുന്നില്ല. കാരണം അവിടെ മുഴുവൻ സുരക്ഷാ സേനയുടെ നിയന്ത്രണത്തിലേക്ക് ആ പ്രദേശം മുഴുവൻ മാറിയിരിക്കുന്നു. അവിടേക്ക്
അവിടെ നിലവിലുണ്ടായിരുന്ന വിനോദസഞ്ചാരികളെ കൂടി അവിടെ നിന്നും ശ്രീനഗറിലേക്ക് നീക്കുന്നുണ്ട്. കൂടാതെ ഈ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളോടെല്ലാം ശ്രീനഗറിലേക്ക് എത്താനാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന നിർദ്ദേശം എന്നുള്ളത്. ശ്രീനഗർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിലവിൽ ഈ ക്യാമ്പുകളും അതോടൊപ്പം തന്നെ ഈ ഹെൽപ്പ് ഡെസ്കുകളും എല്ലാം പ്രവർത്തിക്കുന്നത്. ഒപ്പം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളും അവിടെയാണ് നടക്കുന്നത്. അതിനാൽ അവിടേക്ക് ബന്ധുക്കൾ ഉൾപ്പെടെ എത്താനാണ് ഇപ്പോൾ സർക്കാർ നൽകുന്ന നിർദ്ദേശം. വിനോദ്, ശ്രീനഗറിലേക്ക് കൊല്ലപ്പെട്ട 27 പേരുടെ മൃതദേഹവും ശ്രീനഗറിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരം ഗൗതം പങ്കുവെക്കുന്നു. ഗൗതം, നമുക്കറിയാം മരിച്ചവരിൽ മലയാളിയായ രാമചന്ദ്രനുണ്ട്. അതേപോലെ തന്നെ കേരളത്തിൽ ജോലി ചെയ്തു വന്നിരുന്ന ഒരു നാവികസേന ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹം അടുത്ത കാലത്താണ് വിവാഹിതനായത്. അദ്ദേഹം വിവാഹശേഷമുള്ള ആദ്യത്തെ ടൂർ ആയിരുന്നു ജമ്മു കാശ്മീരിലേക്ക് നടത്തിയത്. അങ്ങനെ ഉള്ള നിരവധി ആളുകൾ മരിച്ചവരിൽ വിദേശികളുണ്ട്. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ തന്നെ ഈ സംഭവത്തെ അപലപിച്ചു കഴിഞ്ഞു. എന്തായാലും ഭീകരർ 7 പേരടങ്ങുന്ന സംഘമാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം ഈ മണിക്കൂറിൽ നമുക്ക് പ്രേക്ഷകർക്കായി നൽകാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ മരിച്ച വിദേശികൾ ആരൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ 27 പേർ മരിച്ചിരിക്കുന്നു, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ മരിച്ചിരിക്കുന്നു. അപ്പോൾ വിദേശികൾ അവിടെ ടൂർ സഞ്ചാരത്തിന് എത്തിയവരായിരിക്കുമല്ലോ. അത്തരം അവരുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകാൻ കഴിയുന്നുണ്ടോ ഗൗതം? വിനോദ്, നേപ്പാൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും എത്തിയ വിദേശികളാണ് ഈ ആക്രമണത്തിൽ മരണപ്പെട്ടത്. ഒപ്പം ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്രയിൽ നിന്നുള്ള 2 പേർ മരണപ്പെട്ടിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ്, അതോടൊപ്പം തന്നെ കർണാടക, കേരളം, അതുപോലെ ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഈ മരണപ്പെട്ട വിനോദസഞ്ചാരികൾ. നിലവിൽ ജമ്മു കാശ്മീരിന്റെ സാഹചര്യം വളരെ ശാന്തമായിരുന്നു. അതിനാൽ തന്നെ വിനോദസഞ്ചാരികളുടെ വലിയ തിരക്ക് ഭാരതത്തിനകത്ത് നിന്നും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന് പുറത്തു നിന്നും ധാരാളം വിനോദസഞ്ചാരികൾ ഇപ്പോൾ ജമ്മു കാശ്മീരിന്റെ ഈ മാറുന്ന സാഹചര്യത്തിൽ എത്തുന്നുണ്ടായിരുന്നു. നമുക്കറിയാം, കശ്മീർ എന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും സൗന്ദര്യമുള്ള പ്രദേശമാണ്. ഭൂമിയിലെ സ്വർഗം എന്നാണ് ജമ്മു കാശ്മീരിനെ പൊതുവെ വിശേഷിപ്പിക്കാറുള്ളത്. പക്ഷേ വളരെ ദൗർഭാഗ്യവശാൽ ഈ ഭൂമിയിലെ സ്വർഗത്തിലേക്ക് മനുഷ്യന് പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല മുൻപ് ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്നത്. തുടർച്ചയായ വെടിയൊച്ചകൾ ഗർജിച്ചിരുന്ന കശ്മീർ താഴ്വരയെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ മനുഷ്യന്റെ മനസ്സിൽ ഭയം ഓടിയെത്തുമായിരുന്നു. ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഏറ്റവും മോശം മുഖം ജമ്മു കാശ്മീരിൽ നമ്മൾ പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട്. കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെയുള്ള അതിക്രമമാണെങ്കിലും അമർനാഥ് തീർത്ഥാടകർക്ക് നേരെയുള്ള ആക്രമണ പരമ്പരകളാണെങ്കിലും ഇസ്ലാമിക ഭീകരവാദത്തിന്റെ യഥാർത്ഥ രൂപമാണ് നമ്മൾ ജമ്മു കാശ്മീരിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് കണ്ടിട്ടുള്ളത്. എന്നാൽ 2014 ദേശീയ തലത്തിൽ വന്ന ഭരണമാറ്റത്തിന് ശേഷം ജമ്മു കാശ്മീരിലെ സാഹചര്യങ്ങൾ മാറുന്നുണ്ടായിരുന്നു. വിശേഷിച്ച് 2019 ഓഗസ്റ്റ് മാസം 5-ാം തീയതി ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അധികാരം കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചതിന് ശേഷം കശ്മീർ താഴ്വര പൊതുവെ ശാന്തമാണ്. ഇത്തരത്തിലുള്ള വലിയ ആക്രമണങ്ങൾക്ക് പിന്നീട് കശ്മീർ വേദിയായിട്ടില്ല. ഇതിനു മുൻപ് 2019 ഫെബ്രുവരി മാസം 14-ാം തീയതിയാണ് ഇതിനു മുൻപ് നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണം. അത് പുൽവാമ ഭീകരാക്രമണമാണ്. അത് നമുക്കറിയാം, CRPFന്റെ വാഹന വ്യൂഹത്തിന് നേരെ പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് നടത്തിയ ഒരു വലിയ സ്ഫോടനമായിരുന്നു. അതിൽ നിരവധി സുരക്ഷാ ഭടന്മാർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതിന് നമ്മൾ കനത്ത തിരിച്ചടി ഭീകരർക്ക് നൽകുകയും ചെയ്തു. 2019 ഫെബ്രുവരി 14-നാണ് പുൽവാമയിൽ ആക്രമണം ഉണ്ടായതെങ്കിൽ ഫെബ്രുവരി 26-ന് പാകിസ്ഥാനിലെ ബാലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രത്തിൽ ഭാരതത്തിന്റെ മിറാഷ് പോർ വിമാനങ്ങൾ കടന്നു ചെന്ന് അവിടെ എയർ സ്ട്രൈക്ക് നടത്തിയ ചരിത്രം നമുക്ക് അറിയാവുന്നതാണ്. എന്തായാലും ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം വിനോദസഞ്ചാരികൾ ഇപ്പോൾ അവിടേക്ക് ധാരാളമായി എത്തിത്തുടങ്ങിയത്, ഭൂമിയിലെ സ്വർഗം കാണുന്നതിനായി നേരിട്ട് ആളുകൾ എത്തിത്തുടങ്ങിയത് കശ്മീരിന്റെ മാറുന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ്. ഈ സർക്കാർ വന്നതിന് ശേഷം അവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കി. റോഡുകളും അതോടൊപ്പം തന്നെ റെയിൽപാതകളും ഒക്കെ വന്നു. കണക്ടിവിറ്റി വളരെ സജീവമായി ജമ്മു കാശ്മീരിൽ. ഒപ്പം ഭീകരാക്രമണത്തിന്റെ തോത് കുറയുകയും ചെയ്തു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ഏതാണ്ട് 85% ഭീകരാക്രമണം കുറഞ്ഞു എന്നത് കണക്കിൽ തന്നെ വ്യക്തമാക്കുന്നതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് കടലാസിലെ കണക്കല്ല, മറിച്ച് അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം കശ്മീരിൽ കഴിഞ്ഞ 5 വർഷമായി പൊതുവെ ശാന്തമായിരുന്നു. മാത്രമല്ല, അവിടെ അടുത്തിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലും ഒരു ചരിത്ര സംഭവമായി. കാരണം ഒരു ബൂത്തിൽ പോലും അവിടെ റീപോളിംഗ് നടത്താതെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരിനും ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുന്നൊരു സാഹചര്യം
ആ സ്ഥലത്ത് രൂപപ്പെട്ടു എന്നത് തന്നെ അത് വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമായൊക്കെയാണ് പൊതുവെ കണക്കാക്കപ്പെട്ടത്. കാരണം മുൻപൊക്കെ കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ നമുക്കറിയാം റീപോളിംഗ് എന്നതിലുപരി അവിടെ തെരഞ്ഞെടുപ്പേ നടക്കാറില്ല. വോട്ടെടുപ്പ് ബോയ്ക്കോട്ട് ചെയ്യാനുള്ള ആഹ്വാനമാണ് ഭീകരശക്തികൾ നടത്തുന്നത്. അതിനെ തുടർന്ന് ആളുകൾ വോട്ട് ചെയ്യാനായി വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ ഭയമാണ്. അഥവാ വോട്ട് ചെയ്യാനായി ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ തോക്ക് ചൂണ്ടിക്കൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തി ഭാരതത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകാൻ പാടില്ല എന്ന ആഹ്വാനം മതതീവ്രവാദികൾ നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ തിരിച്ച് വീടുകളിലേക്ക് മടങ്ങുകയും ഒക്കെ ചെയ്യുന്നതായിരുന്നു. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ കഴിഞ്ഞ വർഷം ജൂലൈയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാകട്ടെ ജമ്മു കാശ്മീരിലെ സാഹചര്യങ്ങൾ പൂർണ്ണമായും മാറുന്നതായിരുന്നു. അവിടെ വളരെ വിശാലമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. ഒരു പോളിംഗ് ബൂത്തിൽ പോലും ജമ്മു കാശ്മീരിൽ റീപോളിംഗ് നടത്തേണ്ട വന്നില്ല കേന്ദ്ര സർക്കാരിന് എന്നതാണ് വളരെ ശ്രദ്ധേയമായി നമ്മൾ നോക്കിക്കാണേണ്ടത്. അപ്പോൾ ജമ്മു കാശ്മീരിന്റെ സാഹചര്യങ്ങളെ മറിഞ്ഞ് അവിടേക്ക് വിനോദസഞ്ചാരികളുടെ ഒരു ഒഴുക്കുണ്ടാകുന്ന ഘട്ടത്തിൽ അവിടെ ഒരു പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ ഭീതി പരത്താനാണ് ഇപ്പോൾ ഇസ്ലാമിക ഭീകര ശക്തികൾ ശ്രമിച്ചത്. അതിനാലാണ് ഈ വളരെ അപ്രതീക്ഷിതമായി ഒരു ആക്രമണം ഈ വിനോദസഞ്ചാരികൾക്ക് നേരെ പഹൽഗാമിൽ ഇസ്ലാമിക ഭീകര സംഘടനയായ റെസിസ്റ്റൻസ് ഫ്രണ്ട് നടത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനാൽ വളരെ ഗൗരവമായി ഈ വിഷയത്തെ കേന്ദ്ര സർക്കാർ നോക്കിക്കാണുന്നു. അതിനാലാണ് സൗദി അറേബ്യ സന്ദർശനം ഉൾപ്പെടെ വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഇപ്പോൾ ഈ പുലർച്ചെ ഡൽഹിയിലേക്ക് അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗർ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിനാണെങ്കിലും അതല്ല ഇനിയുള്ള കൗണ്ടർ ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനായി അദ്ദേഹം ഇന്നലെ രാത്രി തന്നെ ശ്രീനഗറിലെത്തി. ഇന്നിപ്പോൾ അദ്ദേഹം പഹൽഗാമിലേക്ക് ഉടൻ തന്നെ പോകുന്നു എന്ന വിവരം കൂടി നമുക്ക് ശ്രീനഗറിൽ നിന്നും ലഭിക്കുന്നുണ്ട്. തീർച്ചയായും ഡൽഹിയിൽ തിരികെ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഹൽഗാമിലേക്ക്, ഭീകരാക്രമണം നടന്ന പഹൽഗാമിലേക്ക് ഉടൻ യാത്രയാകുമെന്നുള്ള കാര്യങ്ങളാണ് ഗൗതം അനന്തനാരായണൻ നമ്മളോട് പങ്കുവെക്കുന്നത്.